മാധവോ, മാധവ, എന്താ നീയേ ചന്ദ്രികയോട് പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഞാനേ അറ്റവും മൂലയൊക്കെ കേട്ടായിരുന്നു. വന്ദനമോക്കെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ടെന്ന്. നേരാണോടാ? ആ, നേരാ. സുചിത്രേ, പ്രകാശിനെയും മനോജിനെയും ഹരിതയും കൂടി ഇങ്ങോട്ട് വിളിച്ചോളൂ. ശരി അച്ഛ. കേൾക്കാൻ സുഖമുള്ള കാര്യ, പക്ഷെ വന്ദനയോട് പറയുമ്പോ നെഞ്ചിൽ തീ കോരിയിടുന്ന അനുഭവമായിരിക്കും. അതുകൊണ്ടാ പയ്യനെ കുറിച്ച് വിശദമായിട്ടൊന്നും ഞാൻ ചോദിക്കാത്തതേ. കാര്യമായ എന്തോ വിശേഷമാണെന്ന് തോന്നുന്നല്ലോ അച്ഛനെ ഞങ്ങളോട് പറയാനുള്ളത്. അതെ, വന്ദനയ്ക്ക് പറ്റിയ ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രത്തിന്റെ പേര് കേട്ട ഒരു റിപ്പോർട്ടറാ പയ്യൻ. സർവീസ് സ്റ്റേഷനിലെ എന്റെ സുഹൃത്ത് സോമനെ നിങ്ങൾക്ക് അറിയാലോ. എന്റെ ഏറ്റവും വിശ്വസനായ സുഹൃത്താ. ഈ കുടുംബം നന്നായി കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവൻ. സോമന ഈ ആലോചന കൊണ്ടുവന്നത്. വലിയ പ്രതാപികളായ തറവാട്ടുകാരാ പയ്യന്റെ വീട്ടുകാര്. വന്ദനയുടെ ജാതകദോഷത്തെക്കുറിച്ചും അവളൊരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നതിനെ കുറിച്ചുമൊക്കെ ആ പയ്യന്റെ വീട്ടുകാർക്ക് അറിയൂ. വന്ദനയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സോമൻ പയ്യന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് വിവാഹത്തിന് താല്പര്യക്കുറവൊന്നുമില്ല. അപ്പോ ഈ ബന്ധം നടക്കാൻ സാധ്യതയുണ്ട് അല്ലേ മോനെ? അങ്ങനെ അങ്ങ് ആശ്വസിക്കാതെ അച്ഛമ്മേ. ഇതിനേക്കാൾ വലിയ ബന്ധമായിരുന്നില്ലേ രാജീവുമായിട്ട്? എന്നിട്ടിപ്പോ എന്തായി? വിവാഹം നടത്തുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ അമ്മ എന്ന പണം മുഴുവൻ ഞാൻ ബിസിനസ്സിൽ മുടക്കി കഴിഞ്ഞു. ഇനി തൽക്കാലം പണത്തിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കാൻ പോകുന്നില്ല. ആ, അച്ഛനെന്ന നിലയിൽ അറിയിക്കേണ്ടത് അറിയിച്ചു എന്ന് മാത്രം. ഇനിയെല്ലാം നിങ്ങളുടെ തീരുമാനം പോലെ ആകാം. വിവാഹാലോചന വന്നതേ ഉള്ളൂ. കുശുകുശുക്കലും മുറുമുറുക്കലും ഒക്കെ തുടങ്ങി. എന്നാലും വന്ദനമോളുടെ ഈ ബന്ധം നടക്കുമെന്നൊരു പ്രതീക്ഷ. അവിടെ ഒന്ന് ഇങ്ങോട്ട് വാ. എന്താണാവോ അച്ഛമ്മ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? വളരെ ഹാപ്പിയാ. നിനക്ക് ഭാഗ്യം തെളിഞ്ഞടി. എനിക്ക് ഭാഗ്യം തെളിഞ്ഞെന്നോ? അച്ഛമ്മ വല്ല സ്വപ്നം കണ്ടോ? ഇത് ഡ്രീം ഒന്നുമല്ല. അങ്ങനെ ഒരു ഇമാജിനേഷൻ എന്റെ മോൾക്ക് വേണ്ട. ഇറ്റ്സ് ട്രൂ. നടക്കാൻ പോകുന്ന സത്യം. അച്ഛമ്മ കാര്യം പറഞ്ഞേ. കാര്യം ഞാൻ പറയുന്നില്ല.
ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ആ വിശേഷം നിന്റെ അച്ഛന്റെ അമ്മയുടെ നാവ് കൊണ്ട് പറയുന്നതാണ് അതിന്റെ ഒരു സുഖം. ആ ആ, ദേ വന്നു. ഇനി പറഞ്ഞോ. എന്താ അച്ഛാ അച്ഛമ്മ ഇങ്ങനെ സർപ്രൈസ് ഇടുന്നത്? ആ, അത് ആ, എന്താ നിങ്ങൾക്കൊന്നും പറയാൻ വയ്യേ? മോളെ, നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഇത് പറയാൻ നിങ്ങളൊക്കെ എന്തിനിങ്ങനെ മടിക്കുന്നത്? ഓ, ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ടായിരിക്കും അല്ലേ? എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിക്കുന്നത്? ജാതകദോഷമുള്ള പെണ്ണ്, ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്ന പെണ്ണ്, അങ്ങനെയുള്ള ഒരുവളെ ആര് വിവാഹം കഴിക്കാൻ തയ്യാറാവാ? എന്തിനാച്ചാ വീണ്ടും വീണ്ടും സ്വയം നാണം കിടന്ന് പണിക്കിറങ്ങുന്നത്? വിട്ടേക്ക്. മോളെ, എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന സോമനെ നീ ഓർക്കുന്നില്ലേ? നിന്റെ സോമനങ്ങള്. നിന്റെ വിവാഹം വളരെ നല്ല രീതിയിൽ നടക്കണമെന്ന് നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന ആളാ സോമൻ. ആ സോമൻ കൊണ്ടുവന്ന പ്രപ്പോസൽ ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നിന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സോമൻ വരന്റെ കൂട്ടരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദിയമോളെ സ്വന്തം മോളെപ്പോലെ വളർത്താൻ പയ്യനും ബന്ധുക്കൾക്കും പരിപൂർണ സമ്മതവുമാണ്.